ഒരു മീനും കൂടി ഒരു മീനും കൂടി കിട്ടി. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ താഷ് വ്ലോഗ്സിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി പോകുന്നത് വാദി ഹിബി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് കേട്ടോ. വാദി ഹിബി സ്വിമ്മിംഗ് ലേക്ക്, വാദി ഹിബി സിങ്ക് ഹോൾ എന്നൊക്കെ പറയും. പിള്ളേരൊക്കെ കൊണ്ടുപോയി വെള്ളത്തിലൊക്കെ ഒന്ന് കളിക്കാമെന്ന് വിചാരിച്ച് പോകുന്നതാണ്. നീന്തൽ അറിയാവുന്നവർക്കാണെങ്കിൽ അടിപൊളിയായിട്ട് നീന്തി കളിക്കാനായിട്ട് പറ്റിയ സ്ഥലമുണ്ട്. അറിയാത്തവർ പേടിക്കൊന്നും വേണ്ട, വിഷമിക്കേണ്ട, അവർക്കും കളിക്കാൻ പറ്റിയൊരു ഏരിയ കേട്ടോ. അവിടേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. പാറക്കെട്ടുകൾ കൊണ്ടുള്ള മലകളാണ് ചുറ്റും. റോഡ്സിൻ്റെ രണ്ട് സൈഡിലും മൊത്തം മലകളാണ്. അത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അധികം വീടോ ബിൽഡിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ പോകുന്ന വഴി മൊത്തം ഇങ്ങനത്തെ ഏരിയ കേട്ടോ. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. നമ്മളവിടെ എത്തി ഇപ്പോൾ തന്നെ അവിടെ അതേ കുറച്ച് പിള്ളേരുകൾ അവിടെ ഇരുന്ന് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞു മീനുകൾ അവിടെ ഇരുന്ന് പിടിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നോക്കി നിന്നു. അപ്പോൾ ഈ ഏരിയയിലൊക്കെ നമുക്ക് നീന്തി കളിക്കാനല്ല, നീന്തൽ അറിയാത്തവർക്കൊക്കെ കളിക്കാനും മീനെ പിടിക്കാനൊക്കെ പറ്റിയ സ്ഥലമാട്ടോ. ചെറിയ ചെറിയ മീനുകളാണ്, നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന മീനുകളാട്ടോ ഇവിടെ ഉള്ളത്. തനൊന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു നമുക്ക് തിരിച്ച് വരുന്ന വഴി പിടിക്കാം. ഇപ്പം നമുക്ക് അവിടേക്ക് അങ്ങോട്ട് പോയി നോക്കാം അവിടെ എങ്ങനെയൊക്കെയാണെന്ന് തനുവിനോട് പറഞ്ഞിട്ട് തനുവിനെയും കൊണ്ട് പോവാട്ടോ ഞങ്ങൾ. ഈ ഏരിയ ആട്ടാ സിങ്കോൾ എന്ന് പറയണത്. ഇവിടെ നല്ല ആഴമുള്ള ഏരിയ ആണ്. ഇവിടെ നീന്തൽ അറിയാവുന്നവർക്കാണെങ്കിൽ അടിപൊളിയായിട്ട് നീന്തി കളിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. മുകളിൽ നിന്നൊക്കെ എടുത്ത് ചാടി പിള്ളേരുകൾ അവിടെ കിടന്ന് നീന്തി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് നീന്തൽ അറിയാത്ത കാരണം അധികം നേരം നമ്മളവിടെ നിന്നില്ല, പിള്ളേരൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ നമ്മൾ പിള്ളേരെയും കൊണ്ട് അവിടെ നിന്ന് നേരെ അങ്ങോട്ട് നടന്നു കേട്ടോ. അവിടെ നല്ല വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ എവിടെ നിന്നാണ് ഇത് ഒഴുകി വരുന്നതെന്ന് കാണാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് നേരെ നടന്നു. അപ്പോൾ തനുവിനാണെങ്കിൽ വെള്ളം കണ്ടിട്ട് ഇറങ്ങാനായിട്ട് തിരക്കായിട്ട് ആകെ വാശി പിടിക്കാറുണ്ട് കേട്ടോ. ഇവിടെ ഇറങ്ങാമെന്ന് അറിയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് അത്യാവശ്യം ഇറങ്ങാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ടെങ്കിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടന്നു കേട്ടോ. രണ്ട് ചേട്ടന്മാർ അങ്ങോട്ട് അറ്റത്തേക്ക് പോയിട്ട് തിരിച്ച് വരാനുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവരോട് ചോദിച്ചു എന്തിട്ട് അവിടെ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പ്രത്യേകിച്ചൊന്നുമില്ല, ഇതുപോലെ തന്നെയാണ് എന്നും പറഞ്ഞ് അവർ പോന്നിട്ടാ. അപ്പം നടന്ന് നല്ല വെയിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അന്ന് നമുക്ക് തിരിച്ച് പോവാം, ഇവിടെ എവിടെയെങ്കിലും ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പം ഇവരാരും സമ്മതിച്ചില്ല കേട്ടോ. എന്തായാലും ഇവിടെ വരെ എത്തിയതല്ലേ, നമുക്ക് അറ്റത്ത് എന്താണെന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വെച്ച് പിടിച്ച് നടന്നു കേട്ടോ. നമ്മളിപ്പോൾ ഈ കണ്ട രണ്ട് ചേട്ടന്മാർ തിരിച്ചു പോണ വഴിയിൽ സിങ്കോളിൻ്റെ അവിടെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്നതിനിടയിൽ അവരുടെ ഐഫോൺ സിങ്കോളിലേക്ക് വീണു കേട്ടോ. അവിടെ നീന്തലുണ്ടായ ആൾക്കാർ കുറേ തിരഞ്ഞു, പക്ഷേ ഈ ഫോൺ കിട്ടിയില്ല. ഞങ്ങൾ വീഡിയോ എടുക്കണ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ദേ സൂക്ഷിച്ചൊക്കെ വീഡിയോ എടുക്കട്ടാ, ഇപ്പോൾ തന്നെ ഒരു ഫോൺ പോയുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഏരിയയിലേക്കൊക്കെ പോണ ആളുകൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ ഫോണായാലും വിലപിടിപ്പുള്ള സാധനങ്ങളായാലും മാക്സിമം നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. പോയി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വേണ്ട അപ്പൊ കിടക്കണ്ട ഇരുന്നാതി അപ്പോ പോണത് പിടിക്ക എന്നിട്ട് തന്നെ അവിടെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് പിന്നെ
വെള്ളത്തിൽ വീഴോ? അപ്പച്ചി വേണ്ട, അപ്പച്ചി വേണ്ട. അതേ പോന്നെ ചേട്ടാ, ഞാൻ നനിയില്ലേ? വെള്ളം പോണ്ടോ നോക്കട്ടെ. ഒരു നേരം കൂടി ഒരു